പവിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദ സ്നേഹത്തെക്കുറിച്ച് വിക്രത്തിനോട് പറയുന്ന സമയത്തിന് വിക്രം പറയുന്നത്, നീ സ്നേഹത്തെക്കുറിച്ചിട്ട് എന്നോട് കൂടുതൽ ക്ലാസ് എടുക്കൊന്നും വേണ്ട. നീ അല്ലേ തന്ത്രപരമായിട്ട് ഇവിടെ കയറി കൂടിയിട്ട് എൻ്റെ അമ്മയെ അങ്ങ് വശത്താക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് ഏതായാലും നിന്റെ അത്ര കഴിവില്ല, മനസ്സിലായല്ലോ വേതാളം. വിക്രം ഏതായാലും ബലമായി വേദയുടെ അടുത്തേക്ക് വന്നിട്ട് വേദയുടെ കയ്യിലുള്ള ആ ഒരു വണ്ടിയുടെ ചാവി അങ്ങ് പിടിച്ച് പറിച്ച് വാങ്ങിച്ചിട്ട് അവിടെ നിന്നങ്ങ് പോവാൻ നോക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, നിങ്ങൾ അങ്ങനെ രക്ഷപ്പെട്ടു എന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്ക്. സ്നേഹം എന്താണെന്നും അതെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ദിവസം മനസ്സിലാക്കും. അല്ലെങ്കിൽ ഈ വേദ നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കും. മനസ്സിലായോ വിക്രമാദിത്യ? വേദയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വിക്രം പറയുന്നത്, ഒന്ന് പോടി, അല്ലെങ്കിൽ നിന്റെ വാക്ക് കേട്ടിരിക്കാൻ എനിക്ക് തീരെ സമയമില്ല. നീ പോവാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം നേരെ പോയിട്ട് ബൈക്കിലേക്ക് കയറാട്ടെ പോവാൻ വേണ്ടിയിട്ട്. ഇതേ സമയത്തായിരിക്കും ശ്രീനിവാസൻ സാർ വിക്രത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. അവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വേദ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട്, വിക്രം നീ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വാ, നിന്നോട് അർജൻറ്റായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്ന സമയത്തിന് വിക്രം പറയും, ഞാനത് അങ്ങോട്ടേക്ക് വരാൻ നിൽക്കുകയാണ്. അങ്ങനെ വിക്രം ശ്രീനിവാസൻ സാറിൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്തിന് വേദ വന്നിട്ട് വിക്രത്തിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, അതെ ഞാനൊരു കാര്യം അറിയാമേലാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങൾക്ക് ഈ വീട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലോകം ആ ശ്രീനിവാസൻ സാറാണോ? അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം ആരെയും കൂടെ കൂട്ടും. നിങ്ങളെ വെച്ചിട്ട് അവരങ്ങ് മുതലാക്കുവാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ വേദ. അപ്പോൾ വിക്രം തിരിച്ച് വേദയോട് ചോദിക്കുന്നുണ്ട്, വേദ നിനക്ക് എന്തറിയാം ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച്? ശ്രീനിവാസൻ സാർ എന്നും നേരിൻ്റെ ഭാഗത്ത് മാത്രമേ നിന്നിട്ടുള്ളൂ, അതുപോലെ തന്നെ ഞാനും. ശ്രീനിവാസൻ സാർ പറയുന്ന കാര്യം എന്ത് തന്നെയാണെങ്കിലും അത് ഞാൻ കേൾക്കും. നീ ഏതായാലും അതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. എന്താടി നീ കളിച്ച് ഇപ്പം ഞങ്ങളുടെ പാർട്ടിയെ വരെ തൊട്ട് കളിക്കാൻ നിൽക്കുകയാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ വേദ പറഞ്ഞിട്ട്, അതെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതൊന്നുമില്ല. അല്ല ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എപ്പോഴും നിങ്ങൾ അയാളുടെ പുറകെ ഇങ്ങനെ നടക്കുന്ന സമയത്തിന് നിങ്ങൾക്ക് അയാൾ എന്തെങ്കിലും വാഗ്ദാനം തന്നിട്ടുണ്ടോ? ഭാവിയിൽ വല്ല മന്ത്രി MLA ആയിട്ട് നിങ്ങളെ എനിക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ വിക്രം പറയുന്നത്, അതിന് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ശ്രീനിവാസൻ സാറിൻ്റെ കൂടെ കൂടിയേക്കുന്നത്. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അല്ലെങ്കിലും നിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് വേദ. ഇനി എങ്ങാനും നീ ശ്രീനിവാസൻ സാറെ കുറിച്ച് അരുതാത്തത് എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ തനി സ്വഭാവം നീ അങ്ങ് അറിയുമെന്നൊക്കെ പറഞ്ഞ് വേദയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ വിക്രം ബൈക്കിൽ കയറിയിട്ട് അവിടെ നിന്നങ്ങ് പോവാണ്. വിക്രം പോകുന്നത് നോക്കി നിൽക്കായിരിക്കട്ടെ വേദ. അന്നേരം കമലമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, അയ്യോ വിക്രം പോയ മോളെ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, അതേ അമ്മ ഇപ്പം ദേ ഇങ്ങ് പോയതേ ഉള്ളൂ. അയ്യോ അവൻ കാപ്പി കുടിക്കാതെയാണല്ലോ മോളെ പോയതെന്ന് പറയട്ടെ കമലമ്മ. അന്നേരം വേദ പറയുന്നുണ്ട്, വിക്രം ഇപ്പം തന്നെ തിരിച്ചു വരുമായിരിക്കും. ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ നന്ദിനി അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മേ ഇവൾ അമ്മയെ അങ്ങ് സോപ്പിട്ട് വെച്ചേക്കുവാണല്ലേ, ഇപ്പോൾ എന്ത് കാര്യം വേണമെങ്കിലും അമ്മ ഇവളോടാണ് ചോദിക്കുന്നത്. എന്താ അമ്മേ ഇപ്പം ഈ വീട്ടിലൊരു അംഗമായിട്ട് അമ്മ ഇവളെ കണ്ടു തുടങ്ങിയോ? അങ്ങനെയെങ്കിൽ അതൊന്നും വേണ്ട അമ്മേ. എന്നാണെങ്കിലും ഇവളെ ഇവിടെ നിന്ന് പോകണം. കാരണം വിക്രമിന് ഇവളെ ഒട്ടും തന്നെ ഇഷ്ടമല്ലല്ലോ. അവൻക്ക് ഇവളെ ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് പിന്നെ എങ്ങനെയാണ് ഇവരുടെ ജീവിതം ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്നത്? അമ്മ ഇവിടെ എത്ര സ്നേഹിച്ചിട്ടും ഒരു കാര്യമില്ല അമ്മ എന്നിങ്ങനെ നന്ദിനി പറയുന്ന സമയത്തിന് കമലമ്മയുടെ മുഖം അങ്ങ് വാടും. നന്ദിനിയുടെ വാക്ക് കേട്ടുകൊണ്ടതിന് വേദ ചോദിക്കുന്നുണ്ട്, അത് നന്ദിനിയുടെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ വിക്രത്തിന് എന്നെ ഇഷ്ടമല്ലാന്ന്? ആരാ പറഞ്ഞ വിക്രത്തിന് എന്നോട് ഇഷ്ടമല്ലാന്ന്? ഇനി ഒരു പക്ഷേ വിക്രത്തിന് എന്നെ ഇഷ്ടമല്ലെങ്കിൽ പോലും ആ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ട്. അതിൻ്റെ അടയാളമാണ് എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി. ഈ താലി വെറുതെ അങ്ങ് പൊട്ടിച്ച് കളയാനൊന്നും പറ്റില്ല. ഇത് പൊട്ടിക്കണമെങ്കിൽ ഞാനും കൂടെ സമ്മതിക്കണം. ഈ താലി പൊട്ടിച്ച് ഞാൻ എവിടെ നിന്നും പോകുമെന്ന് നന്ദിനിയുടെ ഒരിക്കലും സ്വപ്നം കാണണ്ട. ഞാൻ ഒരിക്കലും വിക്രമിനെയും ഈ വീടും വിട്ടുകൊണ്ടതിന് ഇവിടെ നിന്നും എങ്ങോട്ടേക്കും പോവില്ല എന്ന് വേദ പറയുന്ന സമയത്തിന് നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് അകത്തേക്ക് കയറിപ്പോവും. വേദയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് കമലമ്മക്ക് ഭയങ്കര സന്തോഷമായിട്ട് വേദയെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിക്രമിനെ ആയിരിക്കും. വിക്രം ഇങ്ങനെ പാർട്ടി ഓഫീസിലേക്ക് കയറി വരുന്ന സമയത്തിന് ശ്രീനിവാസൻ സാറ് വന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട്, പഴയ ആ ഒരു ബാലകൃഷ്ണ മർഡർ കേസിലെ അത് വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുകയാണ്. അതിൽ നമുക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവർ അന്വേഷിക്കും. ഇത് കേൾക്കുന്ന സമയത്തിന് വിക്രം ഒന്ന് ഷോക്കാകുന്നുണ്ടെങ്കിലും വിക്രം പറയുന്നുണ്ട്, അതിൽ ശരിക്കും നമ്മൾ കുറ്റക്കാരല്ല എന്ന കാര്യം നമുക്ക് നന്നായിട്ട് അറിയാലോ. ആ ഒരു കേസിൽ എല്ലാവരും കൂടിയിട്ട് നമ്മളെങ്ങ് ചതിച്ചതല്ലേ. ഇത് കേട്ടുകൊണ്ടതിന് ശ്രീനിവാസൻ സാറ് പറഞ്ഞിട്ട്, എങ്ങനെയെങ്കിലും വേണ്ടില്ല അത് ഒഴിവാക്കണം. ഇതിപ്പോൾ ഇലക്ഷൻ്റെ സമയമായതുകൊണ്ട് തന്നെ എൻ്റെ പേരെങ്ങാനും പുറത്തു വന്നാൽ പിന്നെ അതെൻ്റെ ഭാവിയെ തന്നെ ബാധിക്കും. എന്താ വിക്രം ഞാൻ പറയുന്നതൊക്കെ വിക്രത്തിന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട്, അതെല്ലാം എനിക്ക് മനസ്സിലായി സർ. ഞാൻ എന്ത് ചെയ്യണം സർ, അത് പറഞ്ഞാൽ മതിയെന്ന് പറയുന്ന സമയത്തിന് ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട്, വിക്രം ഈ കാശ് നീ കയ്യിൽ വെച്ചേക്ക് എന്നൊക്കെ പറഞ്ഞ് കുറച്ചധികം കാശ് വിക്രത്തിൻ്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്തുകൊണ്ട് തന്നെ ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട്, വിക്രം ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുവാണ്. ഈ കാശ് ഏതായാലും നിനക്ക് ആവശ്യം വരും. പിന്നെ കുറച്ച് കാശ് അതിൽ നിന്നെടുത്തിട്ട് നീ നമ്മുടെ ആൾക്കാർക്കൊക്കെ കൊടുക്കണം. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, ഇത് വേണോ സർ? എനിക്ക് കാശൊന്നും വേണ്ട എന്ന് പറയുന്ന സമയത്തിന് ശ്രീനിവാസൻ സാറ് പറയും, എടോ കാശിന് കാശ് തന്നെ വേണം, ഇത് നിനക്ക് ആവശ്യം വരും. അങ്ങനെ വിക്രത്തിനെ നിർബന്ധിച്ചുകൊണ്ട് തന്നെ വിക്രത്തിന് ആ കാശ് ഏൽപ്പിച്ചുകൊണ്ട് തന്നെ ശ്രീനിവാസൻ സാർ അവിടെ നിന്നും പോവും. എന്നാൽ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് എന്ന കാര്യങ്ങളൊക്കെ വേദ പറഞ്ഞിട്ട് വിക്രത്തിന് അറിയാലോ.
സ്നേഹത്തോടു കൂടി നിങ്ങൾ അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ എന്നൊക്കെ വേദ ചോദിച്ചിരുന്നു. അതുകൊണ്ട് വിക്രത്തിൻ്റെ കയ്യിൽ കിട്ടിയ കാശുമായിട്ട് അച്ഛനും അമ്മക്കുള്ള ഡ്രസ്സും വാങ്ങിച്ചുകൊണ്ടായിരിക്കട്ടെ വിക്രം വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. രണ്ട് കയ്യിലും ഒത്തിരിയധികം കവറുമായിട്ട് വിക്രം തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് കണ്ടിട്ട് നന്ദിനി ചോദിക്കുന്നുണ്ട്, എടാ എന്താടാ നിന്റെ കയ്യിലെന്ന് ചോദിക്കും. വിക്രം പറയുന്നത്, ഏട്ടത്തി ഇത് അച്ഛനും അമ്മക്കും വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച ഡ്രസ്സാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് നേരെ കമലമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കും. വിക്രത്തിൻ്റെ സംസാരം കേട്ടുകൊണ്ട് വേദയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട്, അമ്മേ ഈ കവറ് പിടിക്ക്, എന്നിട്ടൊന്ന് തുറന്നു നോക്ക്. കമലമ്മ ഏതായാലും കവറ് തുറന്നു നോക്കുന്ന സമയത്തിന് വിക്രം കൊണ്ടുവന്നിരിക്കുന്ന കവറിൽ നല്ല ഭംഗിയുള്ളൊരു സാരി ആയിരിക്കും. ആ സാരി കണ്ടിട്ട് നന്ദിനിയുടെ കണ്ണങ്ങ് തള്ളിപ്പോവാണ്. എന്നിട്ട് സാരിയോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട്, മറ്റേ കവറിൽ അച്ഛനുള്ള മുണ്ടും ഷർട്ടും ഉണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹ വാർഷികയല്ലേ, അപ്പോൾ എൻ്റെ വക ഒരു സമ്മാനം എന്നൊക്കെ പറയട്ടെ വിക്രം. ഇത് കേട്ടുകൊണ്ട് കമലമ്മക്ക് ഒത്തിരി സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് കമലമ്മ ഇങ്ങനെ വിക്രത്തിനെ നോക്കുന്നുണ്ട്. വിക്രം അമ്മയെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് വേദയും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ ഇതും കണ്ടുകൊണ്ട് സുധാകരൻ മാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. ഇത് കണ്ട് സുധാകരൻ മാഷ് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇവിടെ പുതിയ ആചാരങ്ങളൊക്കെ? നിന്റെ ഇളയ മകൻ എന്താ നിനക്ക് സാരി വാങ്ങിച്ചിട്ട് വന്നോ എന്ന് ചോദിക്കുന്ന സമയത്തിന് കമലമ്മ പറയുന്നുണ്ട്, അതേ മാഷേ, എനിക്ക് മാത്രമല്ല മാഷിന് വാങ്ങിച്ചിട്ടുണ്ട് അവൻ മുണ്ടും ഷർട്ടൊക്കെ. നമ്മുടെ വിവാഹ വാർഷികം വരുമല്ലേ, 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ വിവാഹ വാർഷികമല്ലേ, അതിനു വേണ്ടിയിട്ട് നമ്മുടെ മകൻ നമുക്ക് കൊണ്ടുവന്ന സമ്മാനമാണെന്നിങ്ങനെ കമലമ്മ പറയുന്ന സമയത്ത് തന്നെ മാഷ് വളരെ പുച്ഛത്തോടു കൂടിയായിരിക്കട്ടെ വിക്രത്തിനെ നോക്കുന്നത്. എന്നിട്ട് മാഷ് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ വാങ്ങിക്കാൻ ഇവനക്ക് എവിടുന്ന കാശ്? ഇവനെന്താ ജോലിക്ക് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും വരുമാനമുണ്ടോ ഇവന്? ഇവനിത് വാങ്ങിച്ചിരിക്കുന്നത് അധ്വാനിച്ച പണം കൊണ്ടായിരിക്കില്ല, മറ്റുള്ളവരെ ദ്രോഹിച്ച് കിട്ടിയ പണം കൊണ്ടായിരിക്കും. അങ്ങനെ കമലമ്മയുടെ നേർക്ക് വന്നിട്ട് മാഷ് ആ ഒരു കവറെല്ലാം വാങ്ങിച്ചു കൊണ്ടതിന് അത് പിച്ച് ചീന്തിട്ട് വിക്രത്തിൻ്റെ മുഖത്തേക്കങ്ങ് വലിച്ചെറിഞ്ഞു കൊടുക്കാട്ടോ മാഷ്. എന്നാൽ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിക്രം ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. വിക്രത്തിന് സങ്കടം വന്നിട്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര വിഷമത്തിലിങ്ങനെ നിൽക്കുമായിരിക്കും വേദ. വിക്രത്തിന് സങ്കടം സഹിക്കാൻ കഴിയാതെ അവിടെ നിന്ന് നേരെ മുറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ വിക്രം. ഇതെല്ലാം കണ്ടിട്ട് സന്തോഷത്തിങ്ങനെ ചിരിച്ചു നിൽക്കുമായിരിക്കും നന്ദിനി. നന്ദിനി ഏതായാലും ആ ഒരു സാരി എടുത്ത് നോക്കിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഹായ്, എന്ത് പറഞ്ഞാലും നല്ല സാരിയാണ്, എന്ത് നല്ല സാരി, ഇതേ നോക്കി അമ്മേ ഈ സാരി ഒന്ന് നോക്കിയേ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ഇങ്ങനെ കമലമ്മയോട് ചോദിക്കുന്ന സമയത്തിന് കമലമ്മ ദേഷ്യത്തിൽ നന്ദിനിയെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നങ്ങ് പോവും. വിഷമിച്ച് റൂമിലിരിക്കുന്ന വിക്രത്തിൻ്റെ അടുത്തേക്ക് വേദ വരും. വേദയെ കാണുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട് ചാടി എഴുന്നേറ്റ് കൊണ്ട് തന്നെ വേദയോട് ചോദിക്കുന്നതിന്, ഇപ്പം നിനക്ക് സന്തോഷമായില്ലേ ഇതൊക്കെ കണ്ടപ്പോൾ? അപ്പോൾ വേദ പറഞ്ഞിട്ട്, ഇല്ല വിക്രം ശരിക്കും എന്നെ തെറ്റിദ്ധരിച്ച് വെച്ചേക്കുവാണ്. നിങ്ങളുടെ അച്ഛൻ നിങ്ങളോട് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ യാതൊരുവിധ തെറ്റുമില്ല. അച്ഛൻ സ്വന്തം മകനല്ലേ വഴക്ക് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ അച്ഛനൊരു അധ്യാപകനാ, അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള വ്യക്തിത്വവും പെരുമാറ്റമൊക്കെ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ വിക്രം പറഞ്ഞിട്ട്, അതേടി എൻ്റെ അച്ഛൻ ചെയ്യുന്നതിൽ ശരിയുണ്ട് എന്നൊക്കെ എനിക്കറിയാം, എങ്കിലും ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതം മാറ്റാനൊന്നും പോകുന്നില്ല. അപ്പോൾ വേദ ചോദിക്കുന്നത്, ഒരു ദിവസത്തേക്കെങ്കിലും നിങ്ങൾക്കൊന്ന് മാറിക്കൂടെ? ഒരു ദിവസത്തേക്കെങ്കിലും നിങ്ങൾക്ക് നിങ്ങളായിട്ടൊന്ന് ജീവിച്ചൂടെ? ഒരു ദിവസമെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്ക്. ഇത് കേട്ടുകൊണ്ടതിനെ വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ വേദ നീ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ വേദ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഏതായാലും നിങ്ങളുടെ ജീവിതം മാറ്റാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത്? ഒരു ദിവസമെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ജീവിക്ക്. അതായത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സ്വന്തം അച്ഛനും അമ്മക്കും വേണ്ടി നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കി ആ കാശ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും സന്തോഷിപ്പിക്ക്. നിങ്ങൾ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ ആ കാശ് കൊണ്ട് നിങ്ങൾ അവർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയും വേദ. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് അവർ സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കും. എന്താ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ വേദ ചോദിക്കുന്ന സമയത്തിന് വിക്രം ഒന്നും മിണ്ടാതെ വേദയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.